ഹല്ലേലൂയ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്കൊന്നിച്ച് വീണ്ടും ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ, യേശുവിന്റെ പാദപീഠത്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് കൃപ തന്നല്ലോ. കർത്താവിന്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. നമ്മളായിരിക്കുന്ന ഏകാന്തതകളിലും, നമ്മളായിരിക്കുന്ന ഭവനങ്ങളിലും, ജോലി സ്ഥാനത്തും ഒക്കെയും കർത്താവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വെൽക്കം ചെയ്യുന്നു. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട, ഊന്നൽ കൊടുക്കേണ്ട ഒരു ബൈബിൾ പോർഷനാണ് യേശുവിന്റെ ഗിരിപ്രഭാഷണം. ആമേൻ. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ ലേക്കുള്ള നയപ്രഖ്യാപനം തന്റെ ശിഷ്യന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞ പുരുഷാരമുണ്ടായിരുന്നു, അവരും കേട്ടു. പക്ഷെ അത്യന്തികമായിട്ട് തന്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗ്യവർണ്ണനകളോടുകൂടെ തുടങ്ങുന്ന യേശുവിന്റെ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാഗ്യം? ആരാണ് ഭാഗ്യവാൻ? വി ആർ ബ്ലെസ്ഡ് പീപ്പിൾ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിലായത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഓ ദ ബ്ലെസ്ഡ്നെസ് ഓഫ് ദ ചൈൽഡ് ഓഫ് ഗോഡ്. നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാന്മാരാണ് എന്നെ കേൾക്കുന്ന എല്ലാ യേശുവിന്റെ മക്കളും. ആമേൻ. ഭാഗ്യവാന്മാരാണ്. ഭാഗ്യമെന്ന് പറയുന്നത് ലോകത്തിന്റെ ധനത്തെ ആശ്രയിച്ചോ അല്ലെങ്കിൽ വലിയ വീടോ ഇതൊന്നുമല്ല ഭാഗ്യം. ഒരു യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളൂ. ആമേൻ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും ആ ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുക. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഏത് അവസ്ഥയിൽ നിന്നും അവൻ നമ്മളെ വലിച്ചു കയറ്റുവാൻ കർത്താവ് മതിയായിരുന്നു. ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും യേശുവെ എന്ന് വിളിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അത്രയും ദൂരമേ ഉള്ളൂ. ആ വിളിയുടെ അത്രയും ദൂരത്തിൽ യേശു ഓടി വരും. നിങ്ങൾ വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് നമ്മുടെ കർത്താവ്. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് നമുക്കൊന്നുകൂടെ വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 5. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലായി നമ്മൾ ചിന്തിച്ചു. ഇന്നത്തെ 7-ാം ദിവസമാണ്. Today is the 7th day as we sit at the feet of Jesus. And for the last 6 days we have been looking from Matthew chapter 5. I just want to read in English as well. Blessed are the poor in the spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they shall be comforted. Blessed are the gentle, for they shall inherit the earth. Blessed are those who hunger and thirst for righteousness, for they shall be satisfied. Blessed are the merciful, for they shall receive mercy. Blessed are the pure in heart, for they shall see God. Today we are going to look at the verse 9. 7-ാമത്തെ ഭാഗ്യവർണ്ണന എന്താണ്? സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Blessed are the peacemakers, for they shall be called the sons of God. ആമേൻ. നമുക്ക് ശാന്തമായി ആ വചനത്തെ നമുക്ക് പഠിക്കാം. നിങ്ങൾ കേൾക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശു ഈ വചനങ്ങളെ പറഞ്ഞ ശേഷം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്.
യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നു ആഴത്തിൽ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. വചനം കേൾക്കുക മാത്രമല്ല, വചനം പ്രമാണിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ഓക്കെ ഞാനത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാം. കർത്താവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. കാറ്റടിക്കും, പ്രശ്നങ്ങൾ വന്നെന്നിരിക്കും, പക്ഷെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ആ പാറയിൽ ആഴത്തിലാണെങ്കിൽ നമ്മളെ തകർക്കാൻ ഒക്കത്തില്ല, കാറ്റുകൾക്കൊക്കത്തില്ല. ആമേൻ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, അല്ലെ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ പീസ് എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പദം ഐറീൻ എന്നുള്ള വാക്ക്. ഹീബ്രു നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, ഷാലോം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാധാനം എന്ന് പറഞ്ഞത് അതൊരിക്കലും പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല. ഷാലോം എന്ന വാക്കിന്റെ യഹൂദ അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി ആബ്സൻസ് ഓഫ് ട്രബിൾ, ഇറ്റ്സ് എവറിത്തിങ് which makes for a man's highest good. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ നന്മ ആണ് ഷാലോം എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ പറയും ഷാലോം. അവരുടെ വന്ദനമത. ഓരോ രാജ്യക്കാർക്കും ഓരോ കൾച്ചറുകാർക്കും ഓരോ ഭാഷക്കാർക്കും ഒക്കെ വ്യത്യസ്തമായ രീതികൾ വന്ദനം പറയാറുണ്ട്. പല ഭാഷയിൽ പല രീതിയിലാണല്ലോ, പല രീതിയിലാണ്, പല ഭാഷക്കാർ പല രീതിയിൽ പറയും. ഇവർ പറയുമ്പോൾ പറയുന്നത് ഷാലോം എന്ന് വെച്ചാൽ സമാധാനം എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായത് ലഭിക്കട്ടെ, ഏറ്റവും ഉന്നതമായ നന്മകൾ ലഭിക്കട്ടെ എന്നാണ്, അത് നീ ആസ്വദിക്കട്ടെ എന്നാണ് ഷാലോം എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഷാലോം ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പീസ് ലവേഴ്സ് അല്ല, സമാധാന കാംക്ഷികളല്ല. എല്ലാവരും സമാധാനം കാംക്ഷിക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാളും ഒരു പടിയുടെ മുമ്പിലാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. ചിലർ സമാധാനം ഉണ്ടാക്കുന്ന വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് സമാധാനം ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ സമാധാനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന യുദ്ധങ്ങളെല്ലാം സമാധാനത്തിന് വേണ്ടി എന്നാ പറയുന്നത്, അല്ലേ? എന്നാൽ സമാധാനം എന്ന് പറയുന്നത് അതിനുവേണ്ടി വഴക്കുണ്ടാക്കാനല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ചിലര് എന്നാൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടായി, എന്നാൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് മൗനമായിരിക്കുന്നവരുണ്ട്. അത് പക്ഷെ വീണ്ടും പ്രശ്നം കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം അയ്യോ എന്നാ പിന്നെ വഴക്കുണ്ടാകണ്ട, എന്നാലും മിണ്ടാതിരിക്കാം. ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നു, എന്നാ മിണ്ടാതിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ സമാധാനം ഉണ്ടാക്കുന്നവൻ എന്തോ ഈ അതിനകത്തൊന്ന് ഒഴിഞ്ഞു പോയില്ല. അവൻ സമാധാനപരമായ രീതിയിൽ അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ അവൻ ഇടപെടും. ചില സ്ട്രഗിൾ ആണെങ്കിൽ അവന്റെ വാക്ക് കേട്ടില്ലെങ്കിലും, അല്ലേ, ആ പ്രശ്നത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ ആ വ്യക്തി ശ്രമിക്കും. ഓതറൈസ് വേർഷൻ പറഞ്ഞിരിക്കുന്നത് പീസ് മേക്കേഴ്സ് ഷാൽ ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷേ എന്റെ ഒറിജിനൽ പറഞ്ഞിരിക്കുന്നത് പീസ് മേക്കേഴ്സ് വിൽ ബി കോൾഡ് ദ സൺസ് ഓഫ് ഗോഡ്. സൺസ് ഓഫ് ഗോഡ്. സമാധാനം ഉണ്ടാക്കുന്നവർ they shall be എന്നല്ല, they will be. അവർ സമാധാന പുത്രന്മാരായതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്കറിയാം ദൈവത്തിന്റെ പേര് എന്താ? പല പേരുകളുണ്ടല്ലേ. അതിനകത്ത് ഒരു പേരാണ് സമാധാനത്തിന്റെ ദൈവം. We see God and his several characteristics or attributes of God. God is love. At the same time we see God of peace. സമാധാനത്തിന്റെ ദൈവം നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കും, ഇല്ലേ? വാക്യങ്ങളുണ്ട്. എന്താണ് ഈ സമാധാനം ഉണ്ടാക്കുന്നവർ ചെയ്യുന്നത്? നമുക്ക് അതിന് മുമ്പ് റോമാലേഖനം 15:33 വായിക്കാം. റോമൻസ് 15:33 അവിടെ പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. Now the God of peace be with you all.
പലയിടത്തും, അവിടെ മാത്രമല്ല പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഗോഡ് ഓഫ് പീസ്, ഗോഡ് ഓഫ് പീസ്, ലിവ് ഇൻ പീസ്. അപ്പോൾ ദൈവം സമാധാനമാണ്. ദൈവാരാധന സമാധാനത്തിന്റെ ദൈവം. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് പീസ്. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ആ ദൈവമായിട്ട് നമ്മുടെ ബന്ധം എന്താ? വി ആർ ഹിസ് ചിൽഡ്രൻ. നമ്മുടെ അപ്പന്റെ പേരാണ് ഗോഡ് ഓഫ് പീസ്. അപ്പന്റെ മക്കളായ നമ്മളും ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ എന്തോ ആയിരിക്കണം? സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. കാരണം ദൈവത്തിന്റെ പേരതാ, ദൈവത്തിന്റെ സ്വഭാവം അതാ. ഈസ് എ ഗോഡ് ഓഫ് പീസ്. ദ മാൻ ഹു മേക്സ് പീസ് is engaged in the very work which the God of peace, our heavenly Father, is doing. അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കും. We are doing, if you are a peacemaker, you are doing God's work. You are doing what your Father is doing. അല്ലേ? നമുക്ക് ശാന്തമായിട്ട് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 13:11 ഒരു വാക്യം അവിടെ പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞു. 2 Corinthians chapter 13 verses 11. 2 Corinthians 13 verses 11. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. മനസ്സിലായോ? ഞാൻ നിങ്ങളോട് വായിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ, എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, 5 കാര്യങ്ങൾ എന്താണ്? ഫൈനലി ബ്രദറൻ റിജോയ്സ്, be made complete, be comforted, be like-minded, live in peace, and the God of love and peace will be with you. എന്താ മനസ്സിലായോ? അപ്പൊ നമുക്ക് സമാധാനം നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ കഴിയുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം. സമാധാനത്തിന്റെ ദൈവം, സ്നേഹത്തിന്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. വെരി സിമ്പിൾ. നമ്മൾ വഴക്കുണ്ടാക്കുന്നവരാണെങ്കിൽ ദൈവം കൂടെ കാണത്തില്ല. ബൈബിൾ വളരെ വ്യക്തമാണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം. നമുക്ക് കുറച്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ പേര് ഈസ് എ ഗോഡ് ഓഫ് പീസ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, സമാധാനമില്ലാത്ത അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ഒരിടത്ത് ദൈവം വസിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വഴക്കുണ്ടാക്കുന്ന ഒരു വീട്ടിൽ ദൈവം വസിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ പറഞ്ഞിരിക്കുന്നു, എന്നാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. നമ്മുടെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരും. ഹോളി സ്പിരിറ്റ് ഇസ് വിത്ത് us, he resides in us. We need to be peacemakers, we need to have peace. എവിടെയൊക്കെയാണ് നമുക്ക് സമാധാനം നമ്മൾ പ്രാപിച്ചത്? അത് നമുക്ക് നോക്കുന്നതിന് മുമ്പായി ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തെ പറ്റി നമുക്കത് കാണാൻ അറിയാവുന്ന വാക്യമാണ്. റോമാലേഖനം 14 17 മുതൽ 19. റോമൻസ് 14 17 to 19. ദൈവരാജ്യം എന്തല്ല, ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. പിന്നെന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. അടുത്തത്, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയവർദ്ധനവിനും ഉള്ളത് ശ്രമിക്കുക. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയമല്ല, തീറ്റയും കുടിയും അല്ല. നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ട്. നീതിയുണ്ട്, സമാധാനമുണ്ട്. ദൈവരാജ്യത്തിനകത്ത് സമാധാനമുണ്ട്. എന്നിട്ട് അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനുമാണ്. ഏതിൽ? ഈ ദൈവരാജ്യത്തിൽ നമ്മുടെ യേശുവിനെ സേവിക്കുമ്പോൾ. എങ്ങനെ സേവിക്കുമ്പോൾ? നീതിയോടെ, സമാധാനത്തോടെ, പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു. അത് മനുഷ്യർക്കും, അങ്ങനെ ദൈവത്തെ സേവിക്കുന്നത് മനുഷ്യർക്കും കൊള്ളാവുന്ന കാര്യമാണ്. ആകയാൽ അതുകൊണ്ട് നമ്മൾ ഈ ദൈവരാജ്യത്തിൽ, ഇങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ദൈവരാജ്യത്തിലായതുകൊണ്ട് സമാധാനത്തിനും
അന്യോന്യം ആത്മീയ വർധനവിന് വേണ്ടിയുള്ളതിന് ശ്രമിച്ചു. അതാണ് ദൈവരാജ്യം. എബ്രായലേഖനം 12:14 ഞാനിവിടെ വായിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 12 verses 14. ഹീബ്രൂസ് ചാപ്റ്റർ 12 verses 14. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും വായിച്ചോളാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. Pursue peace with all men and the sanctification without which no one will see God. നമ്മൾ പലപ്പോഴും ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. ലാസ്റ്റ് നമ്മളെപ്പോഴും പറയാറുള്ളൂ. ഞാനെപ്പോഴും അതാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത്. പക്ഷെ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിക്കണം, എന്നിട്ട് ശുദ്ധീകരണം പ്രാപിക്കണം. ആക്ച്വലി ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ എല്ലാവരോടും സമാധാനമില്ല, ശുദ്ധീകരണം പ്രാപിക്കാൻ ഒക്കത്തില്ല, അല്ലേ? അപ്പൊ ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട്. പക്ഷെ അതിന് മുമ്പിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. സമാധാനവും ശുദ്ധീകരണവും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ കർത്താവിനെ കാണാൻ ഒക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവം സമാധാനത്തിന്റെ ദൈവം എന്ന് പറയുന്നത്? വാട്ട് ഡിഡ് ഗോഡ് ഡു? ശത്രുക്കളായിരുന്ന നമ്മെ, പാപികളായിരുന്ന നമ്മെ, ദൂരസ്ഥരായിരുന്ന നമ്മെ, ഒരിക്കലും ദൈവത്തോട് അടുക്കുവാൻ കഴിയാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു നമ്മളെ. God took the form of a man. ദൈവം മനുഷ്യവേഷത്തിലായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു. താൻ ക്രൂശിൽ മരിച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിൻ്റെയുള്ള ശിക്ഷ അങ്ങനെ തന്നെ ബൈബിളിൽ പറഞ്ഞു. യെശയ്യാ 53 പറഞ്ഞിരിക്കുന്നത്, അവൻ was bruised for our iniquities and the chastisement of our peace was upon him. സമാധാനം ശ്രദ്ധിച്ചോ? അപ്പൊ നമുക്കും ദൈവമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടി ഉള്ള ശിക്ഷ ആര് വഹിച്ചു? യേശു വഹിച്ചു. സമാധാനത്തിന് വേണ്ടി ദൈവം ചെയ്തതാ. നമ്മൾ ദൈവത്തോടുള്ള സമാധാനത്തിന് വേണ്ടി, നിരപ്പിന് വേണ്ടി യേശു നമുക്ക് വേണ്ടി ശിക്ഷ വഹിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും സമാധാന കാംക്ഷികളാകുകയും സമാധാനം ഉണ്ടാക്കുന്നവരാകുകയും ചെയ്യണം. ദൈവം അസമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവം വെറുക്കുന്നു. ഗോഡ് ഹേറ്റ്സ് പീസ് ബ്രേക്കേഴ്സ്. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നെന്ന് പറയാൻ പറയും. നമുക്കൊന്ന് എടുക്കാം. സദൃശവാക്യം 6 ആക്ച്വലി അത് 19ാമത്തെ വാക്യമാണ്. Proverbs chapter 6 verses 16. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. അല്പം മിനിറ്റുകളെ നമ്മൾ ഇരിക്കുന്നു. ഒരു കുറച്ച് മിനിറ്റ്, ഒരു 10-15 മിനിറ്റുകളിൽ ഞാൻ നിർത്തിക്കോളാം. സദൃശവാക്യം Proverbs chapter 6 verses 16. നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണല്ലോ, അല്ലേ? അപ്പം നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ഇറങ്ങിയവരാ. അപ്പം ദൈവത്തിന്റെ ഇഷ്ട അനിഷ്ടങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതെവിടെ അറിയുന്നത്? ദൈവവചനത്തിലൂടെ നമുക്കറിയാൻ പറ്റും. ദൈവവചനം പറയുന്നു 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. കേട്ടോണേ, Proverbs 6:16. These are the things which God hates. If you love God, you will push away things which God hates. If you love somebody, you will always do things which will please that person, isn't it? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ആ വ്യക്തി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തുമില്ല, അല്ലേ? അങ്ങനെയാണ് ഒരു ബന്ധം ശക്തമാവും. 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യം അവൻ അറപ്പാകും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് there are 6 things which the Lord hates. Yes, 7 things which are an abomination to him. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്. ബോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷി. 19ാമത്തെ വാക്യം അവസാനം, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. I just read the verse 19 in English. A false witness who utters lies and the one who spreads strifes among brothers. God says, the word of God says, God hates them. They are an abomination to God. Amen. നമ്മൾ ആ മറ്റ് കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ചെക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞേക്കണം. കർത്താവേ, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ വിട്ട് കളഞ്ഞേക്കണം. ആമേൻ.
അപ്പോൾ സഹോദരന്മാരുടെയിൽ വഴക്കുണ്ടാക്കുന്നവർ തന്നെ. ചിലർക്ക് വഴക്കുണ്ടാക്കുന്നത് ഇഷ്ടമാണ്. ചിലരെ പറ്റി നമ്മൾ പറയോ വഴക്കാളികളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരെന്തിനും വഴക്കുണ്ടാക്കുക. ചിലർക്കത് രസമാണ്. മറ്റുള്ളവരെ അങ്ങനെ വഴക്കുണ്ടാക്കി അവരെ വേദനിപ്പിക്കുന്ന ചിലർക്ക് ഇഷ്ടമാണ്. ഒത്തിരി ആൾക്കാരെ നമ്മൾ കണ്ടു അല്ലേ? ചിലരാണെങ്കിൽ അതിങ്ങനെ ഒരു ചെറിയ തിരി കൊടുത്തിട്ട് അവർ മാറി, എന്നിട്ട് അവർ മാറി എന്നുകൊണ്ട് ചിരിക്കും. രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് അവർ മാറി എന്നുകൊണ്ട് ചിരിക്കും. പക്ഷെ ദൈവവചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. സമാധാനം കെടുത്തുന്നവർ യഹോവ വെറുക്കുന്നു. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ അതോ സമാധാനം കെടുത്തുന്നവരാണോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അനുദപിക്കുക, കരയുക. ദൈവസഭയുടെ സമാധാനം കെടുത്തിട്ടുണ്ടെങ്കിൽ നിലവിളിക്കുക. കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. കുടുംബത്തിന്റെ സമാധാനം കെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കരയുക, നിലവിളിക്കുക. ഗോഡ് ഹേറ്റ്സ് പീസ് ബ്രേക്കേഴ്സ്. സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവരെ കർത്താവ് വെറുക്കുന്ന കാര്യം ചെയ്തിട്ട് ദൈവമേ നിന്നെ സഹായിക്കണമേ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. ആമേൻ. ഇനി നമുക്ക് ഈ ഷാലോം, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ ഇച്ചിടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കാം. ഷാലോം മീൻസ് എവറിത്തിങ് ഗുഡ് വിച്ച് മേക്സ് എ മാൻ ഹൈയസ്റ്റ് ഗുഡ്. സോ ആ വാക്ക് ഇങ്ങനെയാണ്. ഷാലോം എന്ന് പറയുന്നത് നന്നായിരിക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കട്ടെ എന്നല്ല. നിനക്ക് ജീവിതത്തിൽ ഏറ്റവും മെച്ചമായ, ഏറ്റവും വരാവുന്ന നന്മകളെല്ലാം വരട്ടെ, സമാധാനം വരട്ടെ, അതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ blessed are those who make a better place for the world to live in. രണ്ടാമത്തെ, ഈ വിഷയത്തെ വ്യക്തിപരമായി നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ആദ്യ സഭാപിതാക്കന്മാർ ഇതിനെ ഒരു പ്യൂരിറ്റിയെ പറ്റിയുള്ള സെൻസായി, പ്യൂർലി സ്പിരിച്വൽ സെൻസ്, ഒരു പേഴ്സണൽ ഇതായിട്ടും എടുത്ത് അവർ ചിന്തിച്ചു. അവരെ പറഞ്ഞു, ബ്ലെസ്ഡ് ഇസ് ദ മാൻ ഹു മേക്സ് പീസ് ഇൻ ഹിസ് ഓൺ ഹാർട്ട് ആൻഡ് ഇൻ ഹിസ് ഓൺ സോൾ. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ, തന്റെ ഹൃദയത്തിലും തന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ അവനാണ് ഭാഗ്യവാനെന്ന്, അങ്ങനെ ഒരു വ്യാഖ്യാനം ആദ്യ പിതാക്കന്മാർ അവരങ്ങനെ ചിന്തിച്ചു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര യുദ്ധം നടക്കുന്നുണ്ട്. ഒരിടത്ത് ഞാൻ വായിച്ച ഇങ്ങനെയാ, എവ്രി മാൻ ഇസ് എ വാക്കിംഗ് സിവിൽ വാർ. ആഭ്യന്തര യുദ്ധമാണ് ഉള്ളിൽ നടക്കുന്നത്. എന്താ? നന്മയും തിന്മയും തമ്മിൽ യുദ്ധം നടക്കുക. എന്നാൽ ആ ഒരു വലിയ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ blessed is the man who has inner peace and his whole heart is given to God. അത് ആ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുക. എന്നാൽ ആത്യന്തികമായി നമ്മൾ ജയിക്കും അല്ലേ? നമുക്ക് ദൈവത്തോടെ സമാധാനം ഉണ്ട്. ഓൾറെഡി യേശു ക്രിസ്തുവിനോട് നമുക്ക് ആ സമാധാനം ഉണ്ട്. പക്ഷെ അന്നത്തെ ആ ഭക്തന്മാർ പറഞ്ഞത്, വ്യക്തിപരമായി നമ്മൾ ഈ കോൺഫ്ലിക്റ്റ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഫൈറ്റ് ഉണ്ടല്ലോ, അത് ജയിച്ച് ദൈവം നമുക്ക് സമാധാനത്തോടെ നടത്തുന്ന ഒരവസ്ഥയെ പറ്റി പറഞ്ഞിട്ട്. എന്നാൽ യഹൂദ റബിമാരെല്ലാം ഈ സമാധാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിനെ പറ്റി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തന്നെയാണ് യേശുവിന്റെ മനസ്സിലുമുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ 3 ആംഗിളിൽ പഠിക്കുന്നത്, മൂന്നെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് തന്നെ ഗ്രീക്ക്, എബ്രായ, പല അർത്ഥങ്ങളിൽ ആ വാക്കുകൾ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ അതിന്റെ എല്ലാ ആംഗിളിൽ നിന്ന് പഠിക്കുമ്പോഴേ മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ യഹൂദന്മാരുടെ റബിമാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും അത് തന്നെയാണ് യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നതും. ഏറ്റവും ഉന്നതമായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മുമ്പേ വായിച്ച പോലെ, എല്ലാവരോടും സമാധാനം ആചരിക്കുക. That man can perform the greatest task which man can perform is to establish a right relationship between man and man. ദൈവത്തോടുള്ള സമാധാനം യേശു ക്രിസ്തുവിലൂടെ കർത്താവ് നമുക്ക് തന്നു. നമുക്ക് വ്യക്തിപരമായ സമാധാനം നമ്മൾ ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മൾ അനുഭവിച്ചറിയും. അത് മാത്രം പോരാ, നമുക്ക് മറ്റുള്ളവരോട് സമാധാനം വേണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചിലരുണ്ട് നമുക്കറിയാം, അവര് എങ്ങനെ വന്നാലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവർ, അവർ ചാടിക്കേറി വഴക്കുണ്ടാക്കുന്നവർ, അവരുടെ ഈഗോ സാറ്റിസ്ഫൈന് വേണ്ടി ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിനെതിർത്ത് പറയുക, എന്തു പറഞ്ഞാലും അതിനെതിർത്ത് പറയുക, ഒരു സമാധാനം നഷ്ടപ്പെടുന്നത്. ഇപ്പം ഒരു സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും. പക്ഷെങ്കിൽ അത് പറയേണ്ട ഒരു രീതിയുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്,
അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നതനുസരിച്ച് അവർ ദൈവസഭയെ നയിക്കും. എന്നാൽ സമാധാനം കെടുത്തുവാൻ അവർ ചിലർ പറയും, ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അതാണ് പല പ്രശ്നങ്ങളുടെയും പിന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവർ ചെയ്യുന്ന ദൈവത്തിന്റെ പണിയല്ല, അവർ ചെയ്യുന്ന പിശാചിന്റെ പണിയാണ്. ദൈവം ഒരിക്കലും സമാധാനം കെടുത്തുകയില്ല. ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ സ്വഭാവമുള്ളവരാണ്. അവരുടെ ഈഗോ പോയാലും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സഭയിൽ വഴക്കുണ്ടാക്കിയില്ല, എന്നെപ്പറ്റി ഒരു വഴക്കാളി എന്നൊരു പേര് എന്നെപ്പറ്റി കേൾക്കാൻ ഒരിക്കലും ഇടയാകത്തില്ല. ഞാനൊരു പ്രശ്നക്കാരിയാണെന്ന് എന്നെപ്പറ്റി, എൻ്റെ തലമുറയെ പറ്റിയോ അല്ലെങ്കിൽ എന്നെപ്പറ്റി വേറൊരാൾ പറയാൻ ഇടവരരുത്. ദൈവം എന്നെപ്പറ്റി പറയാൻ ഇടവരരുത്. ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ സമാധാനം ഉണ്ടാക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ മുമ്പിൽ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെപ്പറ്റി പറയും. പിതാവേ, മാതാവേ, നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയ കാര്യം നമ്മുടെ വീട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ നോക്കാം. ആദ്യം നമ്മുടെ വീട്, പിന്നെ നമുക്ക് പുറത്തോട്ട് പോകാം. ഇത് വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, അതെല്ലാം കൂടെ എടുത്ത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അതൊന്നും ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല, കാര്യമല്ല. കാരണം നമ്മുടെ അപ്പന്റെ പേര് സമാധാനത്തിന്റെ ദൈവം. He is a God of peace. So as his children, we are called peacemakers. അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ, അവരാണ് ഭാഗ്യവാന്മാർ. ഭിന്നത ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പണിയല്ല ചെയ്യുന്നത്, പിശാചിന്റെ പണിയാണ് ചെയ്യുന്നത്. ആമേൻ. എന്നാൽ ചിലരുണ്ട്, അവര് തകർന്ന ബന്ധങ്ങളെ പണിയുന്നവർ. ചിലരതിനകത്ത് തീക്കകത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവർ. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, കർത്താവിന്റെ വചനം പറയുന്നത്, നാവ് ഒരു ചെറിയ അവയവം. അവിടെ പറയുന്നത് ഒരു ചെറിയ തീ മതി ഒരു വലിയ കാട് കത്തിക്കാൻ. അതുപോലെ ഈ നാവ് എന്ന് പറയുന്ന ഒരു ചെറിയ അവയവമാണ്. പക്ഷെ എന്തുമാത്രം ദോഷമാണ് ഈ നാവ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ നാവ് ഒരു വാക്ക് മതി. ഇപ്പൊ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മൾ എന്തെങ്കിലും വേദനിപ്പിച്ച് ഒരാൾ പറയുമ്പോൾ, ഭാര്യ പറയുമ്പോൾ, ഭർത്താവിന് ഈഗോയുണ്ട്, ഞാൻ പുരുഷനാണ്, അതുകൊണ്ട് ഞാൻ പുള്ളി വെട്ടും. അതുപോലെ ഭാര്യ, ഞാൻ സ്ത്രീയാണ്, എന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കും. ചെറിയൊരു വാക്ക്. എന്നാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, പറയുന്നതിന് മുമ്പ്, ഇല്ല ഞാൻ അത് പറയത്തില്ല, അത് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് വേദനയാകും, എൻ്റെ ഭാര്യ എൻ്റെ ശരീരമാണ്, എൻ്റെ ഭാര്യ ഞാനും ഒരു ശരീരമാണ്, എൻ്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിക്കുകയില്ല, എൻ്റെ ഭർത്താവിനെ ഞാൻ വേദനിപ്പിക്കുകയില്ല, ഞാൻ എൻ്റെ വാക്കിനെ സൂക്ഷിക്കും, ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണ്, ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവളാണ്. അപ്പോൾ എന്തൊരു സമാധാനമായിരിക്കും വീട്ടിൽ സമാധാനം ഉണ്ടാക്കാതെ നമ്മൾ മുമ്പേ വായിച്ച പോലെ ദൈവത്തെ കാണാൻ ഒരിക്കലും ഒക്കത്തില്ല. ആമേൻ. അതുപോലെ ഈ സഭകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരു വാക്ക്, ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ടു, ഒരു വാക്ക് ആ വ്യക്തിയുടെ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ സ്നേഹിതനെ പറയാം, പോട്ടെ സാരമില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്നാൽ അതിന് മറിച്ച് എന്തോ പറയും, വിടരുത്, ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കൂട്ടി തീക്കകത്ത് എണ്ണ ഒഴിച്ച് എന്തുമാത്രം പ്രശ്നങ്ങൾ ഓരോരുത്തരുണ്ടാക്കും. അവർ ചെയ്യുന്നത് ദൈവത്തിന്റെ പണിയല്ല. കാരണം അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ദൈവത്തിന്റെ പേര് സമാധാനത്തിന്റെ ദൈവമാണ്. ആമേൻ. എന്തൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ഓരോ വാക്കിന്. നമ്മൾ മൗനമായിരുന്നാൽ അതും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈഗോ ഈ ദിവസങ്ങളിൽ, നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ദൈവസന്നിധിയിൽ താണിരിക്കുകയും നമ്മുടെ ഈഗോകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ്, ഞാൻ ഒന്നുമില്ല, എൻ്റെ ജീവിതം ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പറയാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പണിയാണ് ചെയ്യുന്നത്. കാരണം ദൈവം മനുഷ്യനും ആയിട്ടുള്ള ബന്ധം മുറിഞ്ഞു കിടന്നു. യേശു കാൽവറി ക്രൂശിൽ വലിയ വില കൊടുത്ത് കഷ്ടം സഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകണം. ആര്? ശിഷ്യന്മാരൊന്നാകണം, നമ്മളൊന്നാകണം, ദൈവമക്കൾ ഒന്നായിത്തീരണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ലോകം പറയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയും.
ഭിന്നിപ്പിക്കുന്നവൻ പിശാചിന്റെ പണിയാണ് ചെയ്യുന്നത്. ആമേൻ. ഏകോപിപ്പിക്കുന്നവൻ, സമാധാനമുണ്ടാക്കുന്നവൻ ദൈവത്തിന്റെ പണി ചെയ്യും. നാം സമാധാനമുണ്ടാക്കുന്നവരാണോ അതോ സമാധാനം കെടുത്തുന്നവരാണോ? ഒരാളെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയിൽ നമ്മൾ സന്തോഷിക്കുന്നവരാണോ? ദൈവം നിങ്ങളെ വെറുക്കുന്നു. ബൈബിൾ വളരെ പച്ചയ്ക്കാണ് പറയുന്നത്. God hates you. പക്ഷെ നമ്മളെ ദൈവം വെറുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പന്റെ സ്വഭാവം നമ്മൾ മക്കളിൽ കാണിക്കും, അല്ലേ? സമാധാനം, കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു. ആ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കും. അപ്പോൾ ഞാനിതൊന്ന് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. Oh, the blessedness of those who produce right relationships between man and man, for they are doing a God-like work and are the sons of God. കർത്താവ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഓ, ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ? ആ വ്യക്തി ആരാണ്? മനുഷിക ബന്ധങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ മനുഷ്യനും തമ്മിൽ സമാധാനമുണ്ടാക്കുന്ന, സമാധാനത്തിൽ ആകുവാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഭാഗ്യവാനായ മനുഷ്യൻ അവൻ ആരാണ്? അവൻ പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുകയും അവർ ദൈവപുത്രന്മാരെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മൾ പീസ് മേക്കേഴ്സായി, സമാധാനം ഉണ്ടാക്കുന്നവരായി. അത് കുടുംബജീവിതത്തിലാണെങ്കിലും, ജോലി ചെയ്യുന്ന സ്ഥാനത്താണെങ്കിലും, സഭയിലാണെങ്കിലും, എൻ്റെ വാക്കുകൊണ്ട് ഒരാൾ ദുഃഖിക്കാനിടയായിത്തീരുക, എൻ്റെ വാക്കുകൊണ്ട് ഒരു കണ്ണുനീര് ഒരാൾ വീഴ്ത്തുവാനിടയായിത്തീരുക, എന്നെ കാണുമ്പോൾ ആൾക്കാർ മാറിപ്പോവാനിടയായിത്തീരുക. അയ്യോ, സംസാരിച്ചാൽ കുഴപ്പമാണല്ലോ. ഇല്ല, ഞാൻ സമാധാനം ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനാണ്. വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവർക്ക് അപ്പനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, അപ്പനും അമ്മയിലും ഭയങ്കര അഭിമാനം. എൻ്റെ മാതാപിതാക്കൾ എന്ത് സമാധാനമുള്ളവരായിരുന്നു. ആ കുടുംബം, ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഞാൻ കൊതിക്കുന്നു. കാരണം എന്താണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ അമ്മയും അവരുടെ ജീവിതം അതുപോലെ എന്ന് നമ്മുടെ മക്കൾ നമ്മളെ പറ്റി പറയാനിടയായത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ദൈവകർത്താവിന്റെ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു പാട്ട് ഒന്ന് പാടി നമുക്ക് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഒരു പഴയ പാട്ടാണ്, സ്നേഹത്തിനിടയനാം യേശുവേ. അത് വേഴ്സിനകത്ത് 2185 2185 വളരെ പഴയൊരു പാട്ടാണ്. 2 ട്യൂണുണ്ട്, പഴയ ട്യൂണും പുതിയ ട്യൂണുമുണ്ട്. നമുക്ക് ആ പുതിയ ട്യൂണിൽ തന്നെ അത് പാടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ആ പാട്ട് എടുത്തോ. സ്നേഹത്തിനിടയനാം യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ എന്നുള്ള പാട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. വളരെ സിമ്പിൾ ട്യൂണാണ്. നമുക്കൊന്നിച്ച് പാടി നമുക്ക് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിനെ പറ്റി, ആ സ്നേഹത്തിൻ്റെ ദൈവത്തെ പറ്റി, ഹല്ലേലൂയ, കർത്താവിനോട് നമ്മൾ പറയുകയാണ്, കർത്താവേ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. യേശുനാഥ, ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ല. ഹല്ലേലൂയ.
നീയല്ലാതാരുമില്ല. യേശു നാഥാ, നീയല്ലാതാരുമില്ല. സത്യവിശ്വാസത്തെ കാത്തിടുവാൻ നിത്യം നിൻ കീർത്തിയെ പാടിടുവാൻ കൃത്യന്മാരിൽ കൃപ തന്നിടുക. നീയല്ലാതാരുമില്ല. യേശു നാഥാ, ഞങ്ങൾക്ക് നീയല്ലാതാരുമില്ല. യേശു നാഥാ, നീയല്ലാതാരുമില്ല. ദൈവമഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവകിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥാ, നീയല്ലാതാരുമില്ല. യേശു നാഥാ, ഞങ്ങൾക്ക് നീയല്ലാതാരുമില്ല. യേശു നാഥാ, ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം ചോദിച്ചാൽ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അന്യോന്യ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മുടെ ഇടയനാണ്, സ്നേഹത്തിന്റെ ഇടയനാണ്. അവൻ നമ്മൾ ഒരു നാളെ കൈവിടത്തില്ല. തീയിലാണെങ്കിലും നാലാമനായി ഇറങ്ങി വരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. God bless you.